ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഇപ്രകാരമാണ്. But when you go through Luke chapter 1, then you would see this very clearly. യോഹന്നാൻ സ്നാപകന്റെ ജനനത്തെക്കുറിച്ച് തന്നെ ദൈവദൂതൻ ഹല്ലേലൂയ അരുളിപ്പാടുണ്ടാകുന്ന ഇപ്രകാരമാണ്. So when John the Baptist was born inside his mom's womb, the angel of the God revealed like this. മച്ചിയായിരുന്ന പ്രായാധിക്യം വന്ന എലിസബത്ത് ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കുമെന്നും Elizabeth, who was not able to bear a child, she would bear the child and give birth for a child. അവൻ ദൈവത്തിന് വഴിയൊരുക്കുന്നവനെന്നും പരിശുദ്ധാത്മാവിനാൽ അറിയപ്പെടുകയുണ്ടായി. The Spirit of the Lord revealed that child will make the way for the Lord Almighty. എന്നിട്ട് അവിടെ ഇപ്രകാരം അടുത്ത വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, അവൻ ഏലിയാവിന്റെ ആത്മാവിനാൽ നിറയപ്പെടുന്നവനായിരിക്കുമെന്ന്. And the next verse was saying that he will be filled with the spirit of Elijah. ഏലിയാവിന്റെ ഒരു പ്രത്യേകത കൂടി പറഞ്ഞിട്ട് മുന്നോട്ട് പോകട്ടെ. And I will share the significance of Elijah here. ഏലിയാവിനെ കുറിച്ച് വചനത്തിൽ അവന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് വളരെയധികം പറയുന്നില്ല എങ്കിലും, even though we don't know much about his background, അവൻ ഉറച്ച തീരുമാനത്തിന് ഉടമയായിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. He is a very strong person in his decisions. അവൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നോട്ട് പോകാൻ ഉറച്ച തീരുമാനമുള്ളവനായിരുന്നു. Amen. He always had that stronghold belief in Lord to listen the voice of the Lord and move forward. സാധാരണ കുഞ്ഞുങ്ങളുടെ ഹൃദയം അപ്പന്മാരിലേക്ക് തിരിക്കുമെന്നാണ് നമ്മൾ പറയാറുള്ളത്. So many times we know that the children have got that tendency to turn the heart of the Lord. കാരണം അപ്പന്റെ ജീവിതവുമായി താരതമ്യപ്പെടുവാൻ കുഞ്ഞുങ്ങൾ രൂപാന്തരപ്പെടുമെന്ന് നമ്മൾ പറയുക. Amen. Many times the children do compare their life with the father and they try to receive the good things from the father's side. എന്നാൽ ഹല്ലേലൂയ യോഹന്നാനെ കുറിച്ച് പറയുന്നത് അവൻ അപ്പന്റെ ഹൃദയത്തെ മക്കളിലേക്ക് തിരിക്കുമെന്നാണ്. But John the Baptist was said that he has been called to change the heart of the children of the father. ദൂതന്മാർ പറഞ്ഞത് ഇപ്രകാരമാണ്, അവൻ അപ്പന്മാരുടെ ഹൃദയത്തെ കുഞ്ഞുങ്ങളിലേക്ക് തിരിക്കുന്നവനായിരിക്കുമെന്ന്. The angel of the God said that John the Baptist will reflect the father's heart to the children. അപ്പോൾ അവിടെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഏലിയാവ് ഇതിനെല്ലാം ഹല്ലേലൂയ പ്രാപ്തനായിരുന്നു എന്ന്. And when you talk about John the Baptist, he was carrying the behavior characteristics of Elijah. So this is connecting that the Elijah's character as well, he was similar characteristics that they both were holding. Hallelujah. Hallelujah. ആകെ ഈ ദിവസങ്ങളിൽ നമ്മളും ഹല്ലേലൂയ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമത്രേ. Hallelujah. And coming days we also need to be sitting ourselves down for the prayers for these reasons. ഏലിയാവിൽ വ്യാപരിച്ചിരുന്ന ആത്മശക്തിയിലും ഉപരിയായ ആത്മശക്തിക്ക് വേണ്ടി കാംക്ഷിക്കുന്നവരായിരിക്കണം. We need to be urging and praying for the greatest power of the Lord that has received by Elijah, and I want more and greater that in my life. കാരണം നമ്മൾ എല്ലാവരും ഹല്ലേലൂയ ദൈവത്തിന്റെ ഹല്ലേലൂയ വേലക്കാരത്രേ. We all are the servants of the Lord. അതുകൊണ്ടത്ര യോഹന്നാനെ കുറിച്ചും അവിടെ ഇപ്രകാരം പറയുന്നു, യോഹന്നാൻ സ്നാപകൻ ദൈവത്തിന് വഴിതെളിക്കുന്നവനായിരിക്കുന്നു എന്ന്. And John the Baptist was called to be making the way for the Lord. അപ്പന്മാരുടെ ഹൃദയത്തെ കുഞ്ഞുങ്ങളിലേക്ക് തിരിക്കുന്നവരായിരിക്കുമെന്ന്. And his mission was to change the heart of the fathers to the children. Hallelujah. Hallelujah. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ രീതികൾ വേർതിരിച്ച് മനസ്സിലാക്കി, Amen, the coming days we need to understand the situation very clearly and the scenarios here. ദൈവത്തിന്റെ ശബ്ദം കേട്ട് മുന്നേറുവാൻ തയ്യാറെടുക്കുന്നവരായിരിക്കണം. We need to listen the voice of the Lord and turn our directions accordingly.